Good evening everyone. Entry ആപ്പിന്റെ സെറ്റിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസിന്റെ ഒരു സീരീസ് ഓഫ് ക്ലാസിന്റെ 5ാമത്തെ മോഡ്യൂളിലാണ്. 5-6 മോഡ്യൂളിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. 5ാമത്തെ മോഡ്യൂൾ നമ്മളൊരു ക്ലാസ്സിൽ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇന്നിപ്പോ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് വരികയാണ്. നമ്മൾ കുറെ അധികം ക്വസ്റ്റ്യൻസ് ഇന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ പ്രയോജനപരമായിട്ടുള്ള, വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നിപ്പോ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരികയാണ്. ഞാൻ ആദ്യമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഇതിന്റെ ഒരു ഫണ്ടമെന്റൽസ് നിന്ന് നമുക്ക് തുടങ്ങിപ്പോവാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് 5ാമത്തെ മോഡ്യൂൾ. ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. അതില് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തേത്, ഇൻവെസ്റ്റ്മെന്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതായത് ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, there are 4 ഓപ്ഷൻസ്, 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന്, പേഴ്സൺസ് ഡെഡിക്കേഷൻ ടു പർച്ചേസ് എ ഹൗസ് ഓർ എ ഫ്ലാറ്റ്. ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ വാങ്ങിക്കാനുള്ള ഒരു വ്യക്തിയുടെ ഡെഡിക്കേഷനെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുമോ? നമ്മൾ വെറുതെ കോമൺ പാർലൻസിൽ അല്ലെങ്കിൽ നമ്മൾ കോമൺ യൂസേജിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു വരും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നൊക്കെ. സ്വയം താമസിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് ആവുകയില്ല. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോ നമ്മൾ വീട് താമസിക്കാൻ വേണ്ടി നമ്മളൊരു വീടോ ഒരു ഫ്ലാറ്റോ നമ്മൾ പർച്ചേസ് ചെയ്താൽ അതൊരു വ്യക്തിയുടെ ഡെഡിക്കേഷൻ ആണ്. പക്ഷെ അത് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അങ്ങനെ പറയും, നമ്മൾ അങ്ങനെ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ബിസിനസ് ടേമില് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടേംസിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മസ്റ്റ് ഫെച്ച് എ റിട്ടേൺ. ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഒരു റിട്ടേൺ തീർച്ചയായിട്ടും നമ്മളൊരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ വീട് വെച്ച് വാടകയ്ക്ക് കൊടുക്കുകയാണ്, ഒരു വീട് വാങ്ങിച്ച് വാടകയ്ക്ക് കൊടുക്കുകയാണ്, ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് വൈസ് ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളത് പിന്നീടുള്ള ക്വസ്റ്റ്യൻ. കാരണം അതിന്റെ നമ്മുടെ നാട്ടിലെ സാധനം ഇൻഫ്ലേഷന്റെ റേറ്റും എല്ലാം കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു ബുദ്ധിപരമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല. അതേസമയത്ത് വീട് വെച്ച് നമ്മൾ വാടകയ്ക്ക് കൊടുക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വീട് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ റിട്ടേൺ കിട്ടുന്നത് ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ നോക്കൂ, യൂസ് ഓഫ് ക്യാപിറ്റൽ ഓൺ അസെറ്റ്സ്, യൂസ് ഓഫ് ക്യാപിറ്റൽ ഓൺ അസെറ്റ്സ് ടു റിസീവ് റിട്ടേൺ. കണ്ടില്ലേ, ക്യാപിറ്റല് അസെറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്? ടു ഗെറ്റ് റിട്ടേൺസ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് മസ്റ്റ് ഫെച്ച് എ റിട്ടേൺ, ദാറ്റ് മസ്റ്റ് ഫെച്ച് എ റിട്ടേൺ. ഒരു റിട്ടേൺ കിട്ടണം. സി നോക്കൂ, യൂസേജ് ഓഫ് മണി ഓൺ എ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. നമ്മൾ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിലേക്ക്, നമ്മൾ പ്രൊഡക്ഷനിലേക്ക് പണം ഇട്ടാൽ അത് ഇൻവെസ്റ്റ്മെന്റ് ആണോ? പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക്, പ്രോഡക്ട്സിന്റെ അല്ലെങ്കിൽ സർവീസസിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് പണം ഇട്ടാൽ അത് എന്താണ്? അതിന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അത് ക്യാപിറ്റലാണ്, വർക്കിംഗ് ക്യാപിറ്റലാണ്. പ്രൊഡക്ഷനിലേക്ക് നമ്മൾ പണം ഇടുന്നത് വർക്കിംഗ് ക്യാപിറ്റലേ ആവത്തുള്ളൂ. അത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. ക്യാപിറ്റൽ അസെറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡി നോക്കൂ, നെറ്റ് അഡിഷൻസ് മെയ്ഡ് ടു ദി നേഷൻസ് ക്യാപിറ്റൽ സ്റ്റോക്ക്. അതൊക്കെ എന്താണ്, വേറൊരു ലെവലാണ്. അതിനൊന്നും ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോ ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ കിട്ടിയല്ലോ, ബി ആണ്. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് മസ്റ്റ് ഫെച്ച് എ റിട്ടേൺ. അതേസമയത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, ദ കോൺസെപ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എന്ന കോൺസെപ്റ്റ് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ബിസിനസ് കോൺസെപ്റ്റ് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്, അത് ബിസിനസ് കോൺസെപ്റ്റ് ആണ്, അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റ് അല്ല. ബി എന്താണ്? ഓൾ ഫീച്ചേഴ്സ് ഓഫ് ഒബ്റ്റൈനിങ് ആൻഡ് യൂസിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ കമ്പനീസ് ഓപ്പറേഷൻസ്. വെരി കറക്റ്റ്. അതായത് ഫൈനാൻഷ്യൽ റിസോഴ്സസ്, കമ്പനിയുടെ ഓപ്പറേഷൻസിന് ഫിനാൻഷ്യൽ റിസോഴ്സസ് എവിടുന്ന് കിട്ടും, അത് എങ്ങനെ യൂസ് ചെയ്യണം, അതിന്റെ മുഴുവൻ, അതായത് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ഒബ്റ്റൈനിങ്
ആൻഡ് യൂസിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ് എവിടുന്ന് കിട്ടും, അത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന സ്റ്റഡിയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അത് കറക്റ്റ് ആൻസർ ആണ് സി. നമുക്ക് നോക്കാം ബാക്കി ആൻസേഴ്സ് കൂടി നോക്കാം. ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്സ്, ഫണ്ട്സിന്റെ ഓർഗനൈസേഷൻ, ഫണ്ട്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അത് തീർച്ചയായിട്ടും ഒരു ഹാഫ് പോർഷനേ ആയിട്ടുള്ളൂ, ഒരു ഹാഫ് മീനിങ് ആയിട്ടുള്ളൂ. അതേസമയത്ത് ഫുൾ മീനിങ് ആകണമെങ്കിൽ ഈ ഫണ്ട് എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതും കൂടി, എവിടുന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്നു, എവിടുന്ന് വരുന്നു, അല്ലെങ്കിൽ എവിടുന്ന് കിട്ടാം, അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ഈ രണ്ടും കൂടി ആണെങ്കിൽ മാത്രമേ അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഡി, ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് എവറി കമ്പനി. തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് മാനേജ്മെന്റ് ആണ് എല്ലാ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് ഒരു പ്രിസൈസ് ആൻസർ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് അവൈലബിലിറ്റി ഓഫ് ഫൈനാൻസ് ആസ് വെൽ as the യൂട്ടിലൈസേഷൻ ഓഫ് ദോസ് റിസോഴ്സസ്, അല്ലെങ്കിൽ ഈ ഫണ്ട്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ, അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആൻസർ ഇസ് ബി. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രൈമറി ഗോൾ? എന്താണ്? മിനിമൈസ് ദ റിസ്ക്. തീർച്ചയായിട്ടും മിനിമൈസേഷൻ ഓഫ് റിസ്ക് എന്നൊക്കെ പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സ്റ്റഡീസിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ അതൊന്നും അതിന്റെ ഒരു പ്രൈമറി ഗോൾ അല്ല. അതേസമയത്ത് മാക്സിമൈസ് ഓണേഴ്സ് വെൽത്ത് കറക്റ്റ് ആൻസർ ആണ്. അതായത് പക്ക ആൻസർ ആണ്. അതിനകത്ത് വേർഡിങ്സ് പോലും തിരുത്തേണ്ട ആവശ്യമില്ല. കാരണം പ്രൈമറി ഗോൾ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞാൽ ഓണേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഓണേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ ആണ് പ്രൈമറി ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതേസമയത്ത് മാക്സിമൈസ് ദ റിട്ടേൺ, റേസ് പ്രോഫിറ്റ്, ഇതൊക്കെ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽ ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ്. റിട്ടേൺ എങ്ങനെ മാക്സിമൈസ് ചെയ്യാം, പ്രോഫിറ്റ് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം, ഇതൊക്കെ അവർ കൺസിഡർ ചെയ്യുന്ന എന്താണ് മറ്റ് എലമെന്റ്സ് ആണ്. എന്നാൽ പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞാല് ഓണേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ എങ്ങനെ നടക്കാം, ഓണേഴ്സിന്റെ വെൽത്ത് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം, അത് തന്നെയാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. സോ ദ പ്രൈമറി ഗോൾ ഇസ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് ഓണേഴ്സ് വെൽത്ത്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നാല് GST ആണ്. എന്താണ് GST? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് GST. GST is a consumption of goods and services tax based on destination. ബാക്കി ഒന്നും റിലവന്റ് അല്ല. കാരണം ബാക്കിയൊക്കെ എന്താണ്, ഡെവലപ്മെന്റ്, ഡിവിഡന്റ്, ഡ്യൂറേഷൻ, അതൊന്നും അതിനകത്തുള്ള അതല്ല. അതേസമയത്ത് ഡെസ്റ്റിനേഷൻ ആണ് GST യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ GST ഈസ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ബേസ്ഡ് ഓൺ ദ ഡെസ്റ്റിനേഷൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇതിനൊന്നും വലിയ മറ്റു നമുക്ക് എക്സ്പ്ലനേഷൻസ് ആവശ്യമില്ലാത്തത് കൊണ്ട്, കാരണം അതിനകത്ത് മറ്റു ഇംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് വേറെ മറ്റ് എക്സ്പ്ലനേഷൻസ് ഒന്നും ആവശ്യമില്ല. ഫിഫ്ത് ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ഫിനാൻസ് മാനേജർ ഈസ് അക്കൗണ്ടബിൾ ഫോർ ഡാഷ്. ഏർണിംഗ് ക്യാപിറ്റൽ അസറ്റ്സ് ഓഫ് ദ കമ്പനി. ഫിനാൻസ് മാനേജർ അക്കൗണ്ടബിലിറ്റി, ഫിനാൻസ് മാനേജർക്ക് അക്കൗണ്ടബിലിറ്റി വരുന്നത് ഒന്ന് ഏർണിംഗ് ക്യാപിറ്റൽ അസറ്റ്സ്, കമ്പനിയുടെ എന്താണ് ക്യാപിറ്റൽ അസറ്റ്സ് ഏൺ ചെയ്യുന്നതിന്റെ അക്കൗണ്ടബിലിറ്റി, അതിനൊന്നും അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ഫണ്ട്സിന്റെ ഇഫക്റ്റീവ് മാനേജ്മെന്റ്, ഫിനാൻസ് മാനേജർ ഇഫക്റ്റീവ് ഒന്നും അല്ല. ഫണ്ട്സിന്റെ ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ഫണ്ട്സ് ആണ് അവർ ചെയ്യുന്നത്. പക്ഷെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാല് ഫിനാൻഷ്യൽ റിസോഴ്സസ് അറേഞ്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫണ്ട്സ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ ഷോർട്ട് ടേം ഫണ്ട്സും ലോങ് ടേം ഫണ്ട്സും ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടേം ഫണ്ട്സ് ഷോർട്ട് ടേം റിക്വയർമെന്റ്സിനും ലോങ് ടേം ഫണ്ട്സ് ലോങ് ടേം റിക്വയർമെന്റ്സിനും അല്ലെങ്കിൽ ലോങ് ടേം ഫണ്ട്സിന് കൂടിയ റേറ്റ് ഓഫ് ഡിവിഡൻഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുമെന്ന് അറിയാം. ഷോർട്ട് ടേം ഫണ്ട്സിന് ഷോർട്ട് ടേം റിക്വയർമെന്റ്സിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കാരണം ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് വിൽ നോട്ട് ഗിവ് us മച്ച് പ്രോഫിറ്റ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അറേഞ്ച്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. സോ ആൻസർ ഇസ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതിനൊന്നും അക്കൗണ്ടബിലിറ്റി ഒന്നുമില്ല, കണക്കൊന്നുമില്ല. അതിന് കണക്ക് കാണിക്കേണ്ട
അല്ലെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടിയ കാര്യങ്ങളൊന്നും ഇല്ല. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ ഈസ് ഡിസൈഡഡ് ബൈ ഡാഷ്. ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ്, ഗവൺമെന്റ്, ഷെയർ ഹോൾഡേഴ്സ്, റെസ്പെക്റ്റീവ് കമ്പനീസ്. മാർക്കറ്റ് വാല്യൂ മാർക്കറ്റിനെ ആശ്രയിച്ചിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മാർക്കറ്റിനെയാണ് അത് ആശ്രയിക്കുന്നത്. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് അത് ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റാണ്. ചെറിയ ചെറിയ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ പോലും സ്റ്റോക്ക് മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് മാർക്കറ്റാണ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റാണ് ഒരു കമ്പനിയുടെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂവിനെ നിശ്ചയിക്കുന്നത് നമുക്ക് ജനറലി പറഞ്ഞു നിർത്താം. വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ആൻസർ. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് കണ്ടോ. ഗവൺമെന്റ് ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂവിനെ ഒന്നും ഗവൺമെന്റ് അഫക്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഗവൺമെന്റ് പോളിസീസോ ഗവൺമെന്റിന്റെ ചേഞ്ചുകളോ ഒക്കെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂവിനെ അഫക്ട് ചെയ്യാറുണ്ട്. ഗവൺമെന്റ് പോളിസി ചേഞ്ച് ചെയ്താൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ ഇതിനെ അഫക്ട് ചെയ്യാറുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് എങ്ങനെ അഫക്ട് ചെയ്യാന്? ഷെയർ ഹോൾഡേഴ്സ് ഒന്നും ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂവിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ അല്ല. പിന്നെ ദ റെസ്പെക്റ്റീവ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഈ ഷെയർ കഴിഞ്ഞു, അതതിന്റെ സംഭവം. അതേസമയത്ത് കമ്പനി ഉണ്ടാക്കുന്ന ഗുഡ്വില്ല്, ഒരു കമ്പനിയുടെ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് പൊസിഷൻസ്, ഡിവിഡൻഡ് റേറ്റ്സ്, ഇതൊക്കെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂവിനെ അഫക്ട് ചെയ്യാം. പക്ഷേ കമ്പനി ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂവിനെ അഫക്ട് ചെയ്യുന്നില്ല. അതേസമയത്ത് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ് ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂവിനെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂസ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ ആൻസർ എ തന്നെയാണ്. യെസ്, ആൻസർ എ തന്നെയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ദി ക്യാപിറ്റൽ ബഡ്ജറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമുക്കറിയാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ്, ഈ ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്ക്. നമ്മൾ ലോങ് ടേം അസറ്റ്സ്, അതായത് മെഷീൻസ്, അതുപോലുള്ള പ്ലാന്റ്, അങ്ങനെയുള്ള ലോങ് ടേം ആയിട്ടുള്ള അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം അസറ്റ്സ് എന്തായാലും അല്ല. ഫിക്സഡ് അസറ്റ്സ് ഒരു ആൻസർ ആണ്, വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ലോങ് ടേം അസറ്റ്സ് ഒന്ന് തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. കാരണം എല്ലാ ഫിക്സഡ് അസറ്റ്സും ലോങ് ടേം അസറ്റ്സ് അല്ല. എല്ലാ ഫിക്സഡ് അസറ്റ്സും ലോങ് ടേം അസറ്റ്സ് അല്ല. ലോങ് ടേം അസറ്റ്സും ഫിക്സഡ് അസറ്റ്സും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ലോങ് ടേം അസറ്റ്സ് എന്ന ആൻസർ ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. ഫിക്സഡ് അസറ്റ്സ്, ലോങ് ടേം അസറ്റ്സ് ഇല്ലായിരുന്നില്ല, ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഫിക്സഡ് അസറ്റ്സ് ആൻസർ ആയിട്ട് വേണമെങ്കിൽ പറയാമായിരുന്നു. 8 CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ആണ്. അപ്പോ എന്താണ് CAPM? CAPM സ്റ്റാൻഡ്സ് ഫോർ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അല്ലെ? CAPM ഈസ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. അടുത്തത്, വാട്ട് ഡസ് ഫിനാൻഷ്യൽ ലിവറേജ് മെഷർ? ഫിനാൻഷ്യൽ ലിവറേജ് എന്തിനെയാണ് മെഷർ ചെയ്യുന്നത്? എബിറ്റ് EPS അല്ല, എബിറ്റ് വിത്ത് പെർസെന്റേജ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഔട്ട്പുട്ട് അല്ല. അതേസമയത്ത് ദ സെൻസിബിലിറ്റി ഓഫ് EPS വിത്ത് റെസ്പെക്ട് ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ലെവൽ. കാരണം ഫിനാൻഷ്യൽ ലിവറേജ് കാണാനായിട്ട് ചേഞ്ച് ഇൻ എബിറ്റ് ബൈ ചേഞ്ച് ഇൻ EPS അല്ലെങ്കിൽ ചേഞ്ച് ഇൻ EPSഉം ചേഞ്ച് ഇൻ എബിറ്റും തമ്മിലുള്ള പ്രൊപ്പോർഷൻ ആണ് എന്ത് ഫിനാൻഷ്യൽ ലിവറേജ്. സോ C is the answer. അടുത്ത 10th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, ഫ്രം ദി ബിലോ മെൻഷൻഡ് ഐറ്റംസ് വിച്ച് ആർ ഫിനാൻഷ്യൽ അസറ്റ്സ്? ഫ്രം ദി ബിലോ മെൻഷൻഡ് ഐറ്റംസ്, നമ്മൾ താഴെ ഇപ്പോൾ കുറച്ച് ഐറ്റംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെഷീൻസ്, ബോൺസ്, സ്റ്റോക്ക്, രണ്ടും കൂടി, അതായത് ബോൺസ് ആൻഡ് സ്റ്റോക്ക്. ഇതിൽ ഏതാണ് ഫിനാൻഷ്യൽ അസറ്റ്? സ്റ്റോക്ക് ഫിനാൻഷ്യൽ അസറ്റ് ആണ്, ബോണ്ടും ഫിനാൻഷ്യൽ അസറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ബിയും സിയും കൂടിയാണ് ആൻസർ, അതായത് ഡി ആണ് ആൻസർ. ഡി എന്ന് പറയുമ്പോൾ B and C, അതായത് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ബോൺസ് ആൻഡ് സ്റ്റോക്സ്. ഇനി നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. വാട്ട് ഇസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്? അല്ലെ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്
എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി വെച്ചതായിരുന്നു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെന്റ്? ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദി ഡാഷ് net additions made to the national capital stock, person's commitment to buy a flat or house, employment of funds on assets to earn return. ആൻസർ കിട്ടി കാണും അല്ലെ? അതുപോലെ എംപ്ലോയ്മെന്റ് ഓഫ് ഫണ്ട്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. എന്നാലും ഡി അല്ല, അപ്പോ സി തന്നെയാണ് ആൻസർ. നമ്മൾ ഓൾറെഡി അതിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് വരികയാണെങ്കിൽ കണ്ടില്ലേ, ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദി എംപ്ലോയ്മെന്റ് ഓഫ് ഫണ്ട്സ് on assets to earn returns. Investment an investment in monetary assets or an investment in monetary assets. 1 minute. Yes. An investment is the employment of funds on assets to earn return. അത് നമ്മൾ ബിഗിനിങ്ങിൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നു. ഇത് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്, പക്ഷേ അതിന് കുറച്ചുകൂടി ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ മോണിറ്ററി അസെറ്റ് പർച്ചേസ്ഡ് വിത്ത് ദി ഐഡിയ ദാറ്റ് ദി അസെറ്റ്സ് വിൽ പ്രൊവൈഡ് ഇൻകം ഇൻ ദ ഫ്യൂച്ചർ. ആ ആൻസർ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആവുള്ളൂ. എന്നും മാത്രമല്ല, when we sold it at a higher price or at a higher profit later, അതും ഒരു റീസൺ ആണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് നോർമലി 2 റിട്ടേൺ വരെ നമുക്ക് കിട്ടാം. ചില ഇൻവെസ്റ്റ്മെന്റ്സിൽ ഒരു റിട്ടേൺ മാത്രമേ കിട്ടുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ബാങ്കിൽ ഒരു FD ഇടുന്നു, അതിന് ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അതേസമയത്ത് ഇപ്പോൾ ഷെയറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് 2 റിട്ടേൺ നമുക്ക് അതിന് കിട്ടാം. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവലി നമുക്ക് അതിന് ഡിവിഡൻഡ് കിട്ടാം. നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആനുവലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി നമുക്ക് അതിന് ഡിവിഡൻഡ് കിട്ടും. എന്നാൽ അതിന് പുറമെ, ഈ ഡിവിഡൻഡിന് പുറമെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള മറ്റൊന്നും കൂടിയുണ്ട്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. എന്താണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ? അതായത് ഇപ്പൊ നമ്മളിപ്പോ 1000 rupeesന് ഒരു സ്റ്റോക്ക് വാങ്ങി, അത് നമ്മളൊരു 3 years അല്ലെങ്കിൽ ഒരു 5 years നമ്മൾ അത് ഹോൾഡ് ചെയ്തു എങ്കിൽ ഈ 3 years അല്ലെങ്കിൽ ഈ 5 years നമുക്ക് അതിന് ഡിവിഡൻഡ് കിട്ടും. ആനുവലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി നമുക്ക് ഡിവിഡൻഡ് കിട്ടും, അല്ലെങ്കിൽ ആനുവലി നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അത് ഒരു റിട്ടേൺ ആണ്. അതേ സമയത്ത് നമ്മൾ 1000 rupeesന് വാങ്ങിയ ഈ ഷെയറിനെ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിനെ നമ്മളൊരു 4 years കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 years കഴിയുമ്പോൾ ചിലപ്പോൾ വിൽക്കുന്നത് മേ ബി 2000 rupeesനായിരിക്കും. അന്നത്തെ ഈ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ 2000 rupees ആയിരിക്കും. അപ്പം നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റും കൂടി കിട്ടുന്നുണ്ട്, അതായത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അതായത് ഈ 1000 rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എമൗണ്ട് 2000 rupees ആയിട്ട് ഇപ്പൊ മാറുകയാണ്. സോ വി ആർ ഗെറ്റിംഗ് 2 returns. അപ്പൊ അതാണ് ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കാറുള്ളൂ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കാറുള്ളൂ. അപ്പൊ ഇത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പൊ ഇതിനകത്തൊന്ന് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ദീസ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ്. ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസിനകത്തൊന്ന് സ്കിപ്പ് ചെയ്യാണ്. ഓൾറെഡി ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ്. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അതായത് അണ്ടർ റൈറ്റർ ഹാസ് ടു ടേക്ക് അപ്പ്. ദി അണ്ടർ റൈറ്റർ ഹാസ് ടു ടേക്ക് അപ്പ്. എന്താണ് അണ്ടർ റൈറ്റിംഗ് എന്ന് നമുക്കറിയാം. അണ്ടർ റൈറ്റർക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ബെനഫിറ്റ് ഓഫ് അണ്ടർ റൈറ്റർ? അണ്ടർ റൈറ്റർക്ക് കിട്ടുന്ന ബെനഫിറ്റിനെ കുറിച്ചാണ് ഇവിടുത്തെ ഓപ്ഷൻസ്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് കണ്ടോ? ഒന്ന്, ദ ഫിക്സഡ് പോർഷൻ ഓഫ് ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ. മറ്റൊന്ന്, ദി അൺസബ്സ്ക്രൈബ്ഡ് പാർട്ട് ഓഫ് ദി എഗ്രീഡ് പോർഷൻ. മറ്റൊന്ന്, ദ എഗ്രീഡ് പോർഷൻ ഓർ ക്യാൻ റെഫ്യൂസ്. മറ്റൊന്ന്, ദ അൺഫിക്സ്ഡ് പോർഷൻ ഓഫ് ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇവിടെ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. കാരണം അണ്ടർ റൈറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അണ്ടർ റൈറ്റിംഗ് എഗ്രിമെന്റ് അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് കോൺട്രാക്ട് അണ്ടർ റൈറ്റേഴ്സുമായിട്ട് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? IPOസിൽ, അതായത് ഇനിഷ്യൽ പബ്ലിക് ഓഫറുകളിൽ നമ്മളിപ്പോ ഷെയർ മാർക്കറ്റിൽ കൊണ്ടുവരുന്നു, അതേസമയത്ത് പബ്ലിക് ഈ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രോബ്ലം വരും. കാരണം എന്താന്ന് വെച്ചാൽ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാതെ വന്നാൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഇഷ്യൂവിന് കൊണ്ടുവന്ന്
മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടാതെ വന്നാൽ ഓട്ടോമാറ്റിക്കലി എന്താണെന്നറിയോ, ഈ ഇഷ്യൂ ക്യാൻസൽ ആയി പോകും. കാരണം മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ലെങ്കിൽ ROC അഥവാ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഈ ഷെയർ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല, ഈ ഇഷ്യൂ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ ഈ ഇതിനുവേണ്ടി മുടക്കിയ പൈസ മുഴുവനും, കമ്പനിയെ സംബന്ധിച്ചുള്ള ആ തുക മുഴുവനും വേസ്റ്റ് ആയിപ്പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാതെ വന്നാൽ ആ അൺസബ്സ്ക്രൈബ്ഡ് പാർട്ടില്ലേ, അതായത് ഇപ്പൊ ഈ 75% ഷെയർസും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര പോർഷനാണ് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നത്? 25% ഷെയർസ് അൺസബ്സ്ക്രൈബ്ഡ് ആണ്. ആ അൺസബ്സ്ക്രൈബ്ഡ് പോർഷൻ ആര് സബ്സ്ക്രൈബ് ചെയ്തോളാമെന്നുള്ളതാണ് എഗ്രിമെന്റ്, അണ്ടർ റൈറ്റേഴ്സ്. അപ്പോ ആൻസർ ഏതാണ്? ബി ഈസ് ദി ആൻസർ. അണ്ടർ റൈറ്റേഴ്സ് അത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്ന അത് ബി ആണ് അതിന്റെ ആൻസർ. യെസ്, ബി ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ടേക്സ് ഡാഷ്. എന്താണ് ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ? നമ്മള് ഫ്യൂച്ചർ വാല്യൂ കമ്പ്യൂട്ടേഷൻസ് നമുക്കറിയാം. അതായത് രണ്ട് ഡിസ്കൗണ്ടിങ് റേറ്റ് വെച്ചും കോമ്പൗണ്ടിങ് റേറ്റ് വെച്ചും നമ്മളിത് ചെയ്യാറുണ്ട്. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് 5 വർഷം കഴിയുമ്പോൾ ഉള്ള വില, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ എന്ത് എന്ന് നിശ്ചയിക്കണമെങ്കിൽ, അല്ലെ, എന്ന് നിശ്ചയിക്കണമെങ്കിൽ നമുക്ക് എന്താണ്, ഇന്നത്തെ റേറ്റിനെ നമ്മൾ കോമ്പൗണ്ട് ചെയ്യണം. അതായത് നമ്മൾ ഇന്നിപ്പോ ഒരു 50,000 റുപ്പീസ് നമ്മളൊരു ഷെയറിലോ ഒരു ബാങ്കിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതൊരു 10% അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 10 ഇയേഴ്സ് നമ്മൾ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 10 ഇയേഴ്സ് കഴിയുമ്പോൾ ഈ 50,000 രൂപ എത്രയായി മാറും? അതാണ് ഫ്യൂച്ചർ വാല്യൂ. ഇന്നിപ്പോ നമ്മൾ 50,000 റുപ്പീസ് നമ്മൾ SBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 6% പലിശയ്ക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. നമ്മൾ 10 ഇയേഴ്സിന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ വാല്യൂ എന്താണ്? ഇന്ന് ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന 50,000 രൂപയ്ക്ക് 10 ഇയേഴ്സ് കഴിയുമ്പോൾ എന്തായിരിക്കും വാല്യൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അതാണ് ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോമ്പൗണ്ടിങ് റേറ്റ് വെച്ചിട്ടാണ്. കോമ്പൗണ്ടിങ് റേറ്റ്. ഡിസ്കൗണ്ടിങ് റേറ്റ് എന്താണ്? ഡിസ്കൗണ്ടിങ് റേറ്റ് നേരെ തിരിച്ചാണ്. അതായത് എനിക്ക് 10 ഇയേഴ്സ് കഴിയുമ്പോൾ 50 ലക്ഷം രൂപ വേണം. ബാങ്ക് 6% പലിശ തരാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊരു ചോദ്യം വരും. എനിക്ക് 50 ലക്ഷം രൂപ 10 വർഷം കഴിയുമ്പം വേണം. ഒരു ബാങ്ക് 6% പലിശ തരാൻ വില്ലിംഗ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഈ ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ 10 വർഷം കഴിയുമ്പോൾ എനിക്ക് കിട്ടണമെങ്കിൽ ഇന്ന് ഞാൻ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് റേറ്റ് വെച്ചാ ചെയ്യുന്നത്. പിന്നെ ഇൻഫ്ലേഷൻ റേറ്റ്, ഡീഫ്ലേഷൻ റേറ്റ് അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതില് ഫ്യൂച്ചർ വാല്യൂ കാണുന്ന കോമ്പൗണ്ടിങ് റേറ്റ് വെച്ചാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഫ്യൂച്ചർ വാല്യൂ ആൻസർ ഉണ്ടല്ലോ, ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ടേക്സ് ദ കോമ്പൗണ്ടിങ് റേറ്റ്. ഫ്യൂച്ചർ വാല്യൂ FV is the value of a current asset at a specified date in the future based on the assumption of rate of growth. മറ്റൊന്ന്, ഫിനാൻഷ്യൽ ലിവറേജ് മെഷേഴ്സ്. ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഫിനാൻഷ്യൽ ലിവറേജ് മെഷർ ചെയ്യുന്നത് എന്താണ്? എബിറ്റും അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് ആണോ? അല്ല, സെൻസിറ്റീവ് EPSും അതുപോലെ എന്താണ് വിത്ത് റെസ്പെക്ട് ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് എബിറ്റും. അതായത് C ആണ് ആൻസർ, അല്ലെ? C ആണ് ആൻസർ. യെസ്, C ആണ് ആൻസർ. Financial leverage FL measures the relationship between EBIT and EPS. അല്ലെ? പെർസെന്റേജ് ചേഞ്ച് ഇൻ EPSും പെർസെന്റേജ് ചേഞ്ച് ഇൻ എബിറ്റും തമ്മിലുള്ള എന്താണ് പ്രൊപ്പോർഷൻ ആണ് ഫിനാൻഷ്യൽ ലിവറേജ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ഡാഷ് ആർ ഫിനാൻഷ്യൽ അസറ്റ്സ്. അപ്പൊ നമുക്കറിയാം ഫിനാൻഷ്യൽ അസറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ബോണ്ടും സ്റ്റോക്കും ഫിനാൻഷ്യൽ അസറ്റ് ആണ്. മെഷീൻ ഫിനാൻഷ്യൽ അസറ്റ് അല്ല, അത് അല്ലാത്തൊരു അസറ്റ് ആണ്, ഫിക്സ്ഡ് അസറ്റ് ആണ്. അതേസമയത്ത് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോണ്ട്, ഡിബെഞ്ചർ, സ്റ്റോക്ക്, ഇതൊക്കെയാണ് എന്ത് ഫിനാൻഷ്യൽ അസറ്റ്സ്. അപ്പോ A and C, ആൻസർ D ആയിരിക്കും. യെസ്, ആൻസർ D ആണ്, A and C. വാട്ട് ഈസ് പ്രസന്റ് വാല്യൂ ടേക്സ്? എന്താണ് പ്രസന്റ് വാല്യൂ? പ്രസന്റ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഡിസ്കൗണ്ടിങ് റേറ്റ്,
കോമ്പൗണ്ടിങ് റേറ്റ് അല്ല, അറിയാലോ, ഫ്യൂച്ചർ വാല്യൂ ആണ് കോമ്പൗണ്ടിങ് റേറ്റ്. ഞാൻ കുറച്ച് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഫ്യൂച്ചർ വാല്യൂ കോമ്പൗണ്ടിങ് റേറ്റ്, പ്രസന്റ് വാല്യൂ ഡിസ്കൗണ്ടിങ് റേറ്റ്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാണ്, ഓർത്താ മതി. ഞാൻ ഇന്ന് 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 10 വർഷം ഞാൻ ഈ പൈസ SBIയിൽ ഇടുന്നു. 10 വർഷം എനിക്ക് SBI 6% പലിശ തരുന്നു. 10 വർഷം കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ എന്ത്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദിസ് today's 50,000 at the rate of 6% is what is called compounding rate. തിരിച്ച് 10 years after I am getting 50 lakhs. 10 years after എനിക്ക് 50 ലക്ഷം രൂപ കിട്ടും. 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എനിക്ക് തരുന്നത്. ഞാൻ ഇന്ന് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? വാട്ട് ഈസ് ദാറ്റ് പ്രസന്റ് വാല്യൂ? അതാണ് ഞാൻ ഇന്ന് കൊടുക്കേണ്ടത്. അതിന് നമ്മൾ ഡിസ്കൗണ്ടിങ് റേറ്റ് വെച്ചിട്ടാണ് കാൽക്കുലേഷൻസ്. അടുത്തത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. സോ ഹൗ വിൽ യു വാല്യൂ ദ ഓപ്പറേറ്റിംഗ് ലിവറേജ്? ഓപ്പറേറ്റിംഗ് ലിവറേജ്, സി, ബിസിനസ് റിസ്ക് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കൊണ്ട് മെഷർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ്, ഫിനാൻഷ്യൽ റിസ്ക്, ഫിനാൻഷ്യൽ ലിവറേജ്. ബോത്ത് റിസ്ക്, അത് കമ്പൈൻഡ് ലിവറേജ്. കമ്പൈൻഡ് ലിവറേജ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. പ്രൊഡക്ഷൻ റിസ്ക് ഇസ് നത്തിങ് റിലേറ്റഡ് ടു ദിസ് സ്റ്റഡി. ഈ സ്റ്റഡിയുമായിട്ടൊന്നും പ്രൊഡക്ഷൻ റിസ്കിന് ബന്ധമൊന്നുമില്ല. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് ഇഷ്യൂ. അതൊന്നും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആൻ എക്സാമ്പിൾ ഓഫ് ഡെറിവേറ്റീവ് സെക്യൂരിറ്റീസ് ഡാഷ്. ഇവിടെ തന്നിരിക്കുന്നതിലെ ഡെറിവേറ്റീവ് സെക്യൂരിറ്റി നോക്കൂ. കോമൺ ഷെയർ. കോമൺ ഷെയർ എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയറിന്റെ വേറൊരു പേരാണ് കോമൺ ഷെയർ. അത് ഡെറിവേറ്റീവ് അല്ല. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഈസ് ആൻ അണ്ടർലൈയിങ് ഫിനാൻഷ്യൽ അസറ്റ് എന്നുള്ളതാണ്. അതായത് ഒന്നിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നിനെ നമ്മൾ വെച്ചുകൊണ്ട് അതിന്റെ അണ്ടർലൈയിങ് ആയിട്ടുള്ള ഒരു എന്താണ് ബിസിനസ് ആണ് ഡെറിവേറ്റീവ് ബിസിനസ്. നമ്മൾ ഒന്നിനെ ഒരു കച്ചവടം, നമ്മളൊരു പുതിയൊരു മേഖലയിലേക്ക് പോവുകയാണത്. ഇപ്പോൾ നമ്മൾ ഷെയർ വെച്ചിട്ട് നമുക്ക് ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കാം. പക്ഷെ കോമൺ ഷെയർ അല്ല ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. കോമൺ ഷെയർ എന്ന് പറയുന്നത് ഇസ് എ ഫിനാൻഷ്യൽ അസറ്റ്. അതൊരു ഫൈനാൻഷ്യൽ അസറ്റ് മാത്രമാണ്. അതേസമയത്ത് ഞാൻ ഈ ഷെയർ തരാം, ആ ഷെയർ വെച്ചുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ സെയിൽസിന്, ഫ്യൂച്ചർ ബിസിനസ്സിന് എഗ്രിമെന്റുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ എഗ്രിമെന്റും പ്രകാരം നമ്മൾ വേറെ ബിസിനസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷെയർ കൊടുക്കുന്നില്ല, ഷെയർ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നില്ല. ഞാൻ ഷെയർ തന്നോളാം, ഷെയർ ഇഷ്യൂ ചെയ്തോളാം, എഗ്രിമെന്റുകൾ മാത്രം ഉണ്ടാക്കിയിട്ട് ആ എഗ്രിമെന്റുകൾ മാത്രം ക്യാൻസൽ ചെയ്തും നടപ്പിലാക്കിയും പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെറിവേറ്റീവ് ബിസിനസ്. കോൾ ഓപ്ഷൻ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ് സെക്യൂരിറ്റി ആണ് കോൾ ഓപ്ഷൻ. അപ്പോ പിന്നെ കമോഡിറ്റിയും എന്താണ്? കമോഡിറ്റി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റും ഒരു ഡെറിവേറ്റീവ് ആണ്. കാരണം ഇതെല്ലാം കമോഡിറ്റി മാർക്കറ്റിനെ വെച്ചുകൊണ്ട് നമ്മൾ വേറെ ബിസിനസ്സിലേക്ക് പോവാണ്. അപ്പോൾ ബിയും സിയും ആൻസർ ആണ്. അതായത് ആൻസർ ഡി ആണ് കറക്റ്റ്. ബിയും സിയും ആൻസർ ആണ്. സോ ആൻസർ ഇസ് ഡി. ഫിനാൻഷ്യൽ ലിവറേജ് ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് ഡാഷ്. ഫിനാൻഷ്യൽ ലിവറേജ്, ഫിനാൻഷ്യൽ റിസ്ക്, പി. അതിനകത്ത് പിന്നെ വേറെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രഡീഷണൽ അപ്രോച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ഫിനാൻഷ്യൽ തിയറംസ് ആണ്. ട്രഡീഷണൽ അപ്രോച്ച് കൺഫൈൻസ് ഫൈനാൻസ് ഫംഗ്ഷൻ ഓൺലി ടു ഡാഷ് ഫണ്ട്സ്. അതായത് ട്രഡീഷണൽ അപ്രോച്ച് കൺഫൈൻസ് ഫിനാൻസ് ഫംഗ്ഷൻ ഓൺലി ടു റൈസിംഗ് ഫണ്ട്സ്. mobilizing funds, utilizing funds, financing funds അല്ല, raising funds is the answer. So the traditional approach to finance function relates to the initial stages of its evolution during 1920s and 1930s. According to this approach, the scope of finance function was confined to only procurement of funds needed by a business on most suitable terms. The utilization of funds was considered beyond the purview of finance function. It was felt that decisions regarding the application of funds are taken somewhere else in the organization. Operating leverage into financial leverage is combined leverage. A is the product of combined leverage is the product of operating leverage and
financial leverage. Combined leverage is equal to operating leverage into financial leverage. അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജ് അതായത് പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. എബിറ്റും ക്യാൻസൽ ആയി പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് പെർ ഷെയർ, ഒരു ഷെയറിന്റെ വില 25 രൂപ. ക്യാഷ് ഫ്ലോ പെർ ഷെയർ 6 രൂപ. Then price to cash flow ratio, price divided by cash flow ratio. Price to cash flow ratio 25 divided by 6. So price to cash flow ratio formula ഉണ്ടല്ലോ, price per share divided by cash flow per share. Price 25 divided by cash flow 6, that is 4.16. Answer B. 4.16 times. പെർസെന്റേജിലല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, ടൈംസിലാണ്. കാരണം ഇൻറ്റു 100 ആണ് ചെയ്താലേ നമുക്ക് പെർസെന്റേജ് വരുള്ളൂ. ഇവിടെ ഫോർമുലയിൽ ഇൻറ്റു 100 ഇല്ലാത്തതുകൊണ്ട് സി ഓപ്ഷൻ അല്ല. അടുത്തത് രണ്ടാമത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോ പ്രൈസ് ഫോർ ഏർണിംഗ് റേഷ്യോ. ലോ പ്രൈസ് ഫോർ ഏർണിംഗ് റേഷ്യോയിൽ ലോ പ്രൈസ് വരാനുള്ള അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈസ് എ റിസൾട്ട് ഓഫ് ഡാഷ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. ലോ റിസ്കി ഫേം, ഹൈ റിസ്കി ഫേം, ലോ ഡിവിഡൻഡ് പെയ്ഡ്, അല്ലെ, ഹൈ മാർജിനൽ റേറ്റ്. 4 ഓപ്ഷൻസ് ആണ്. അതായത് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ലോ പ്രൈസ് ഫോർ ഏർണിംഗ് റേഷ്യോ, ലോ പ്രൈസ് വരാനുള്ള കാരണം ലോ റിസ്കി ഫേംസ്. ലോ റിസ്കി ഫേംസ് ആണ് റീസൺ. അതായത് ലോ പ്രൈസ് ഫോർ ഏർണിംഗ് റേഷ്യോ. പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണ് ഉദ്ദേശിച്ചത്. ഏർണിംഗ് റേഷ്യോ മീൻസ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ലോ പ്രൈസ് ഫോർ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇസ് എ റിസൾട്ട് ഓഫ് ലോ റിസ്കി ഫേം. പ്രൈസ് ഏർണിംഗ് റേഷ്യോ കാണുന്ന ഫോർമുല എന്താണ്? പി റേഷ്യോ കാണുന്ന ഫോർമുല നമുക്കറിയാലോ. പി റേഷ്യോ, ഇത് പ്രൈസ് ഏർണിംഗ് എന്ന് പറഞ്ഞാൽ പി റേഷ്യോ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് എ കമ്പനീസ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, അല്ലെ, ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS, ഏർണിംഗ്സ് പെർ ഷെയർ. MPS, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ EPS. MPS ഡിവൈഡഡ് ബൈ EPS, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ. അപ്പോ അവിടെ എന്താണ്? ലോ റിസ്കി ഫേംസിന് ലോ PE റേഷ്യോ ആയിരിക്കും. കാരണം റിസ്ക് കൂടുന്തോറും ഇത് എന്താണ്, പ്രൈസ് ഏർണിംഗ് റേഷ്യോയും ഇൻക്രീസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രോഫിറ്റ് മാർജിൻ 4.5%. അസറ്റ് ടേൺ ഓവർ റേഷ്യോ 2.2 times. Equity multiplier is 2.7 times. Then return on equity will be dash. അപ്പൊ അവിടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഒന്ന് നോക്കണം. ആ റിട്ടേൺ ഓൺ ഇക്വിറ്റി അഥവാ ROE കാണുന്ന ഫോർമുല നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇൻറ്റു ഇക്വിറ്റി മൾട്ടിപ്ലയർ. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇവിടെ എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 4.5 ഇൻറ്റു അസറ്റ് ടേൺ ഓവർ റേഷ്യോ എത്രയാണ്? 2.2 ഇൻറ്റു ഇക്വിറ്റി മൾട്ടിപ്ലയർ എത്രയാണ്? 2.7. So once if we multiply all these, 4.5% into 2.2 into 2.7 is equal to 26.73. So answer is A. അടുത്ത ഫോർമുലയാണ്. ഫോർമുല such as net income available for common stockholders divided by total assets is used to calculate dash. ഈ ഫോർമുല ഏതിന്റെ ഫോർമുലയാണ്? അതായത് കോമൺ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഡിവിഡൻഡ്, അതായത് ഇക്വിറ്റി ഡിവിഡൻഡ് പെർ ഷെയർ ആണ്. ഇക്വിറ്റി ഡിവിഡൻഡ് അഥവാ ഡിവിഡൻഡ് പെർ ഷെയർ, അതായത് DPS നമുക്ക് വേണമെങ്കിൽ പറയാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്, വളരെ നല്ലൊരു ആൻസർ ആണ്. ഫോർമുല
സച്ച് അതായത് ഇത് എന്തിന്റെ ഫോർമുലയാണ്? ദിസ് ഫോർമുല ഈസ് റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ്. റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ് അതായത് കോമൺ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിവിഡൻഡ് അവൈലബിൾ ടു അല്ലെങ്കിൽ പ്രോഫിറ്റ് അവൈലബിൾ ടു ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ഇസ് ഈക്വൽ ടു റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ്, is equal to return on total assets. So the explanation നമുക്ക് നോക്കാം. Formula such as net income available for equity shareholders divided by total asset is used to calculate return on total assets. The ratio is considered to be an indicator of how effectively a company is using assets to its assets to generate earnings. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Price per ratio. Price per ratio is divided by cash flow per share ratio, which is used to calculate dash. ഈ ഫോർമുല അതായത് പ്രൈസ് പെർ റേഷ്യോ, പ്രൈസ് പെർ റേഷ്യോ അതായത് ഈസ് ഡിവൈഡഡ് ബൈ ക്യാഷ് ഫ്ലോ പെർ ഷെയർ റേഷ്യോ. എന്തിന്റെ ഫോർമുലയാണ്? ഡിവിഡൻഡ് ടു സ്റ്റോക്ക് റേഷ്യോ അല്ല, സെയിൽസ് ടു ഗ്രോത്ത് റേഷ്യോ അല്ല, പ്രൈസ് ടു ക്യാഷ് ഫ്ലോ റേഷ്യോ. ഡി, പ്രൈസ് ടു ക്യാഷ് ഫ്ലോ റേഷ്യോ. പ്രൈസ് ടു or price per ratio is divided by cash flow per share ratio, which is used to calculate price to cash flow ratio. Price to cash flow ratio, P divided by CF ratio, is a stock valuation indicator, or it is a multiple that measures the value of stock's price relative to its operating cash flow per share. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് എ ടെക്നിക് യൂസ്ഡ് ടു ഐഡന്റിഫൈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രെൻഡ്സ്. എ ടെക്നിക് യൂസ്ഡ് ടു ഐഡന്റിഫൈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രെൻഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ കോമൺ സൈസ് അനാലിസിസ്, പെർസെൻറ്റേജ് ചേഞ്ച് അനാലിസിസ്, പിന്നെ റിട്ടേണിംഗ് റേഷ്യോസ് അനാലിസിസ്, ബോത്ത് എ ആൻഡ് ബി. A and B എന്ന് പറഞ്ഞാൽ കോമൺ സൈസ് അനാലിസിസ് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ചസ് അനാലിസിസ്. എ ടെക്നിക് യൂസ്ഡ് ടു ഐഡന്റിഫൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രെൻഡ്സ്. ട്രെൻഡ് പഠിക്കാൻ കോമൺ സൈസ് അനാലിസിസ് ട്രെൻഡ് സ്റ്റഡിയാണ്. അതുപോലെ പെർസെൻറ്റേജ് ചേഞ്ച് അനാലിസിസും എന്താണ്? ട്രെൻഡ് സ്റ്റഡി. അപ്പൊ ട്രെൻഡ് സ്റ്റഡീസിൽ എയും ബിയും ഉൾപ്പെടും. ബോത്ത് എ ആൻഡ് ബി ഇസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെറ്റ് ഇൻകം അവൈലബിൾ ടു അല്ലെ, നെറ്റ് ഇൻകം അവൈലബിൾ ടു സ്റ്റോക്ക് ഹോൾഡേഴ്സ്, നെറ്റ് ഇൻകം അവൈലബിൾ ടു സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഈസ് 150 and total assets are 2100. Then return on total assets would be dash. Return on total assets would be റിട്ടേൺ കണ്ടുപിടിക്കുന്നത്. നെറ്റ് ഇൻകം അവൈലബിൾ ടു സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ടോട്ടൽ അസറ്റ്സ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഫോർമുല? റിട്ടേൺ ഓൺ കോമൺ ഇക്വിറ്റി അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി റേറ്റ് ഷോസ് ദ നെറ്റ് ഇൻകം ഏൺഡ് പെർ ഇയർ or per every rupee invested. It acts as a yardstick of profitability. Return on common equity is equal to net income minus preferential stock. അതായത് നെറ്റ് ഇൻകം മൈനസ് പ്രിഫറൻഷ്യൽ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ ആവറേജ് കോമൺ സ്റ്റോക്ക്. കോമൺ സ്റ്റോക്ക് മീൻസ് ഇക്വിറ്റി സ്റ്റോക്ക്. നോ ഫർദർ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. വേറൊന്നും നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, 150 ഡിവൈഡഡ് ബൈ 2100. പ്രിഫറൻഷ്യൽ സ്റ്റോക്കിന്റെ കാര്യം എന്ന് പറഞ്ഞൂടെ. സോ വാട്ട് വി ക്യാൻ ഡു ഈസ് വി ക്യാൻ ടേക്ക് നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് കോമൺ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഇക്വിറ്റി. അതിനെ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻറ്റു 100 ചെയ്താൽ ദ ആൻസർ വിൽ ബി ഇൻ പെർസെൻറ്റേജ്, അതല്ലെങ്കിൽ ഇൻ ടൈംസ് ആവും. 7.14 ശതമാനം ഉണ്ട്. ശതമാനം ഉണ്ടെങ്കിൽ നമുക്ക് ബി ആണ് ആൻസർ, കാരണം ഇൻറ്റു 100 ചെയ്തതുകൊണ്ട്. അല്ലെങ്കിൽ ടൈംസിൽ എഴുതണമെങ്കിൽ 7.14 ടൈംസ് എന്നുണ്ടെങ്കിൽ എഴുതാമായിരുന്നു. പക്ഷെ 7.15 ടൈംസ് ആണ്, 15 അല്ല 14 ആൻസർ. അപ്പൊ അതുകൊണ്ട് പിന്നെ അതും നോക്കണ്ട.
അടുത്ത ക്വസ്റ്റ്യൻ. എ ഫോർമുല സച്ച് ആസ് നെറ്റ് ഇൻകം, a formula such as net income available to common stockholders dividend, common stockholders divided by common equity is used to calculate. അതായത് a formula such as net income available to common stock എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി സ്റ്റോക്ക് എന്നാണ്. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എബിറ്റ് ആണ്, സോറി ഈസ് ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ EBT ആണ് അല്ലെ, EAIT ആണ്, ഏർണിംഗ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. എല്ലാം പേ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് മുഴുവനും കോമൺ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ, നമ്മൾ പ്രിഫറൻഷ്യൽ സ്റ്റോക്ക് ഇല്ല എന്നുള്ള കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ. ഡിവൈഡഡ് ബൈ കോമൺ ഇക്വിറ്റി മീൻസ് കോമൺ ഷെയർ അഥവാ ഇക്വിറ്റി ഷെയർ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഡാഷ്. ഇവിടെ റിട്ടേൺ ഓൺ കോമൺ ഇക്വിറ്റി അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. കാരണം റിട്ടേൺ ഓൺ ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്ത ഫോർമുലയാണ്. ഫോർമുല സച്ച് ആസ് നെറ്റ് ഇൻകം അവൈലബിൾ ടു കോമൺ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ കോമൺ ഇക്വിറ്റി ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ കോമൺ ഇക്വിറ്റി. ദ റിട്ടേൺ ഓൺ കോമൺ ഇക്വിറ്റി അഥവാ കോമൺ ഷെയർ റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE ratio refers to the return on common equity investors received on their investment. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Companies that helps to set benchmarks are classified as, അല്ലെ, കമ്പനീസ് ദാറ്റ് ഹെൽപ്സ് ടു സെറ്റ് ബെഞ്ച് മാർക്സ്. നമുക്ക് ബെഞ്ച് മാർക്ക് വെക്കാൻ പറ്റുന്ന കമ്പനികളെ ബെഞ്ച് മാർക്ക് കമ്പനീസ് എന്നാണ് വിളിക്കുന്നത്. ബെഞ്ച് മാർക്ക് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് അതിനെ ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുക്കാൻ കഴിയുന്ന, അതായത് കമ്പനീസ് ദാറ്റ് ഹെൽപ്സ് ടു സെറ്റ് ബെഞ്ച് മാർക്സ്. അത് നമുക്കൊരു കോമ്പറ്റീറ്റീവ് ഒരു എൻവയൺമെന്റിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഇമ്മീഡിയറ്റ് കോമ്പറ്റീറ്ററെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് ബെഞ്ച് മാർക്ക് നമ്മൾ സെറ്റ് ചെയ്യും. ആ ബെഞ്ച് മാർക്സ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെയും സെറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ കോമൺ ഇക്വിറ്റി ഈസ് എ ഫോർമുല യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഡാഷ്. ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ കോമൺ ഇക്വിറ്റി. ഇക്വിറ്റി മൾട്ടിപ്ലയർ, ഗ്രാഫിക്കൽ മൾട്ടിപ്ലയർ, ടേൺ ഓവർ മൾട്ടിപ്ലയർ, സ്റ്റോക്ക് മൾട്ടിപ്ലയർ. എന്താണ് ഇക്വിറ്റി മൾട്ടിപ്ലയർ അല്ലെ? ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ കോമൺ ഇക്വിറ്റി. ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ കോമൺ ഇക്വിറ്റി ഈസ് എ ഫോർമുല യൂസസ് ഫോർ കാൽക്കുലേറ്റിംഗ് ഇക്വിറ്റി മൾട്ടിപ്ലയർ. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം ഇക്വിറ്റി മൾട്ടിപ്ലയർ നമ്മൾ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയ ആണ്. The equity multiplier is a financial leverage ratio that measures the amount of firm's assets that are financed by its shareholders by comprising or comparing total assets with the total shareholders equity. Yes, we can come to the next question. In binomial approach, endana in binomial approach of option pricing model, what is the fourth step? Or the fourth step is to create dash. Equalize domain of payoff, equalize ending price, riskless investment, high risky investment. Riskless investment ആണ് അതിനകത്തുള്ള ആൻസർ. കാരണം in binomial approach of option pricing model, fourth step is to create riskless investment. Pricing, നമ്മൾ അസറ്റ് പ്രൈസിങ് അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസിങ് മോഡൽസ് എടുക്കുമ്പോൾ fourth step it is to create the riskless investment, an investment with a certain rate of return and no chance of default. Next, current value of portfolio is 550. ഒരു പോർട്ട്ഫോളിയോയുടെ ഇപ്പോഴത്തെ പ്രൈസ് 550 രൂപ. And to cover an obligation of call option is rupees 200. To cover an obligation of call option is rupees 200. Then value of stock would be dash. Stock in the price
കാണാനായിട്ട് we have formula here. Value of stock is equal to current value of portfolio plus call option obligation. What is the formula? Value of stock is equal to current value of portfolio plus call option obligation. Current value of obligation അല്ല current value of portfolio 550. അതേസമയത്ത് സ്റ്റോക്ക് കോൾ ഓപ്ഷന്റെ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഓഫ് കോൾ ഓപ്ഷൻ എത്രയാണ്? 200 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ 550 200 750. ആൻസർ സി ആണ്. കാരണം ഫോർമുല വാല്യൂ ഓഫ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു കറന്റ് വാല്യൂ ഓഫ് പോർട്ട്ഫോളിയോ പ്ലസ് കോൾ ഓപ്ഷൻ ഓബ്ലിഗേഷൻ. കോൾ ഓപ്ഷൻ ഓബ്ലിഗേഷൻ. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വേറൊരു ക്വസ്റ്റ്യൻ, അനദർ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ബ്ലാക്ക്-ഷോൾസ് മോഡൽ, പർച്ചേസർ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പർച്ചേസർ ക്യാൻ ബോറോ fraction of security at a risk-free interest rate which is short-term, long-term, transaction cost, then no transaction cost. According to Black-Scholes model, purchaser can borrow fraction of security at a risk-free interest rate which is short-term, which is short-term. Which is short-term. According to Black-Scholes model, purchaser can borrow fraction of security at a risk-free interest rate which is short-term. Black-Scholes is a pricing model used to determine a fair price or a theoretical value for all or for a call option or a put option based on 6 variables such as volatility, type of option, underlying stock price, time, strike price, risk-free rate. risk-free rate ഉദ്ദേശിച്ച risk-free return തന്നെയാണ് RF. മറ്റൊന്ന്, type of option which cannot be exercised before an expiry date. Type of option which cannot be exercised before an expiry date. ഏത് ടൈപ്പ്? അതായത് യൂറോപ്യൻ ഓപ്ഷൻ ഉണ്ട്, അമേരിക്കൻ ഓപ്ഷൻ, ഓസ്ട്രേലിയൻ ഓപ്ഷൻ ആൻഡ് മണി ഓപ്ഷൻ അല്ലെ. എന്തായാലും മണി ഓപ്ഷൻ ഒന്നും അല്ല. നമുക്ക് ഇതിനകത്ത് രണ്ട് ഡൗട്ട്സേ വരാനുള്ളൂ. ഓസ്ട്രേലിയൻ ഓപ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല, അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. യൂറോപ്യൻ ഓപ്ഷൻ ആൻഡ് അമേരിക്കൻ ഓപ്ഷൻ. അപ്പൊ അതിനകത്ത് ടൈപ്പ് ഓഫ് ഓപ്ഷൻ വിച്ച് കനോട്ട് ബി എക്സസൈസ്ഡ് ബിഫോർ ആൻ എക്സ്പയറി ഡേറ്റ്, അത് യൂറോപ്യൻ ഓപ്ഷൻ ആണ്. എക്സ്പയറി ഡേറ്റിന് മുൻപ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് യൂറോപ്യൻ ഓപ്ഷനാണ്. അതിന്റെ റീസൺ കണ്ടല്ലോ, ടൈപ്പ് ഓഫ് ഓപ്ഷൻ വിച്ച് കനോട്ട് ബി എക്സസൈസ്ഡ് ബിഫോർ ആൻ എക്സ്പയറി ഡേറ്റ് വിച്ച് ഇസ് ക്ലാസിഫൈഡ് ആസ് യൂറോപ്യൻ ഓപ്ഷൻ. ആൻഡ് യൂറോപ്യൻ ഓപ്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ് പുട്ട് ഓർ കോൾ ഓപ്ഷൻ that can be exercised only on the expiration date. ഡേറ്റ് എക്സ്പയർ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ഇത് സെറ്റിൽമെന്റ് പറ്റില്ല. മറ്റൊന്ന്, ഇൻപുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ്. ഇൻപുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ്. പുട്ട് ഓപ്ഷൻ മൈനസ് കോൾ ഓപ്ഷൻ ഇൻ അഡീഷൻ വിത്ത് സ്റ്റോക്ക് which is equal to, കണ്ടില്ലേ ഫോർമുലയാണ്, ഇൻപുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ് പുട്ട് ഓപ്ഷൻ മൈനസ് കോൾ ഓപ്ഷൻ ഇൻ അഡീഷൻ വിത്ത് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എക്സസൈസ് പ്രൈസ് പ്രസന്റ് വാല്യൂ, എക്സസൈസ് പ്രൈസ് ഫ്യൂച്ചർ വാല്യൂ, ടൈം ലൈൻ വാല്യൂ, ടൈം വാല്യൂ ഓഫ് ബോണ്ട്. ടൈം വാല്യൂ ഓഫ് ബോണ്ട് ഉണ്ട്, പക്ഷെ ടൈം ലൈൻ വാല്യൂ ഒന്നും ഇവിടെ പ്രസക്തമല്ല. ഹിയർ ദ സിറ്റുവേഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ് ആണ്. ഇൻപുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ് പുട്ട് ഓപ്ഷൻ മൈനസ് കോൾ ഓപ്ഷൻ ഇൻ അഡീഷൻ വിത്ത് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു എക്സസൈസ് പ്രൈസ്. എന്താണത്? എക്സസൈസ് പ്രൈസ് ആണ്. എക്സസൈസ് പ്രൈസ് പ്രസന്റ് വാല്യൂ. സോ ദി ഓപ്ഷൻ ഇസ് എ, എക്സസൈസ്. കാരണം ഇൻ കോൾ പാരിറ്റി റിലേഷൻഷിപ്പ് put option minus call option, put option minus call option in addition with the stock is equal to
എക്സസൈസ് പ്രൈസ്, പ്രസന്റ് വാല്യൂ. എക്സസൈസ് പ്രൈസ്, പ്രസന്റ് വാല്യൂ. എക്സസൈസ് പ്രൈസ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ പ്രൈസ്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ആ പ്രൈസ്, അത് എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ അണ്ടർലൈങ് സെക്യൂരിറ്റി, അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റ്, സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോണ്ട്, ഡിബഞ്ചർ എന്തും ആവാം, ബട്ട് ദാറ്റ് ഇസ് കോൾഡ് അണ്ടർലൈങ് സെക്യൂരിറ്റി. അണ്ടർലൈങ് സെക്യൂരിറ്റി ആണ് നമ്മൾ എവിടെ ഡിസ്ക്രൈബ് ചെയ്തത്? ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എന്താണ്? ഇസ് എ ഫിനാൻഷ്യൽ അസറ്റ്, ഇസ് എൻ അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റ് വിച്ച് ഇസ് കോൾഡ് ഡെറിവേറ്റീവ് ബിസിനസ്. അപ്പൊ ഇതെല്ലാം ഡെറിവേറ്റീവ്. ഇപ്പൊ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? കോൾ ഓപ്ഷൻ ആയിക്കോട്ടെ, പുട്ട് ഓപ്ഷൻ ആയിക്കോട്ടെ, ബട്ട് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡെറിവേറ്റീവ് ബിസിനസ്. അത് സ്റ്റോക്കില് അല്ലെങ്കിൽ ബോണ്ടില് ഒക്കെയുള്ള ഒരു ഡെറിവേറ്റീവ് ബിസിനസ് ആണ്. സോ ഇൻപുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ്, പുട്ട് ഓപ്ഷൻ മൈനസ് കോൾ ഓപ്ഷൻ in addition with the stock is equal to exercise price, present value. The exercise price is the price at which underlying security can be purchased or it can be sold when trading a call or put option. നമ്മൾ കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നമ്മൾ വിൽക്കുന്ന സമയത്ത്, ഈതർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വിൽക്കുന്ന സമയത്ത് നമ്മൾ ഏത് പ്രൈസിനാണോ നമ്മൾ അതായത് അത് വിൽക്കുന്നത് അല്ലെങ്കിൽ അത് വാങ്ങിക്കുന്നത്, സി ഇസ് കോൾഡ് എന്താണ്? എക്സസൈസ് പ്രൈസ്. അതിനെയാണ് നമ്മൾ എക്സസൈസ് പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു എന്താണ് 1 hour സെഷനിൽ നമ്മൾ കുറച്ച് നല്ല കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യപ്പെടുകയുണ്ടായി. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ എന്താണ് യൂസ്ഫുൾ ആയിരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ട്സ് കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഐ വിൽ റെസ്പോണ്ട് ടു യുവർ ഡൗട്ട്സ്. അപ്പോൾ ഇതിനകത്ത് ഈ കാൽക്കുലേഷൻസ് ആകട്ടെ, അതുപോലെ തന്നെ ഈ ഫോർമുല ആകട്ടെ, ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള, അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിനകത്ത് ധാരാളം ക്വസ്റ്റ്യൻസ് ഇതുപോലെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അപ്പോ അത് ചെയ്യാനായിട്ട്, അതുപോലെ ഓപ്ഷൻ ട്രേഡിങ്ങിന് തൊട്ട് പിന്നിലെ അല്ലെങ്കിൽ കുറച്ചു മുൻപ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് എടുക്കുന്ന സമയത്ത് അവിടെയും നമുക്ക് പ്രൈസ് ഏർണിംഗ് റേഷ്യോ കാൽക്കുലേഷൻ ഉണ്ട്, EPS കാൽക്കുലേഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രത്യേകിച്ച് EPS-ലൊക്കെ ധാരാളം നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഏരിയയിലും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് ചോദിക്കാൻ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി കൺസിഡർ ചെയ്ത് ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റഡീസിനെ ഭംഗിയായിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് സെറ്റിന് നേടാൻ സാധിക്കും. ഒരു സംശയവും വേണ്ട. സെറ്റ് ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. നല്ല പ്രിപ്പറേഷൻ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം അവൈലബിൾ ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ജസ്റ്റ് അതെല്ലാം ഒന്ന് നോക്കണം. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്കുള്ള ഡൗട്ട്സ്, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വരാവുന്ന ഡൗട്ട്സ് തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. എനിവേ, ഈ ഒരു ഈവനിങ് എല്ലാവർക്കും സന്തോഷകരമാണെന്ന് തോന്നുന്നു. All the best. Wish you all the best. Thank you.